പാകിസ്ഥാനിൽ BLA ട്രെയിനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 80 പേരെ മോചിപ്പിച്ച് സൈന്യം. മോചിപ്പിച്ചതിൽ 11 കുട്ടികളും 26 സ്ത്രീകളും 43 പുരുഷന്മാരുമുണ്ട്. ബലൂചിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് ബന്ദികളാക്കിയത് 180 യാത്രക്കാരെയാണ്. വിവരങ്ങളുമായി അനുപമ ശ്രീദേവി ചേരുന്നു. അനുപമ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, പാകിസ്ഥാനിലെ ബലൂച്ച് വിഘടനവാദി സംഘമാണ് കഴിഞ്ഞ ദിവസം പെഷാവറിലേക്ക് പോയിരുന്നിരുന്ന ട്രെയിൻ തട്ടിയെടുത്ത് ഇതിൽ യാത്രക്കാരായിരുന്ന 182 പേരെ ബന്ദികളാക്കിയത്. ഇതിൽ 80 പേരെ വിട്ടയച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 80 പേരിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ് ഉൾപ്പെടുന്നത്. ബാക്കിയുള്ളവർ ഇപ്പോഴും അവരുടെ പിടിയിൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ ബന്ദിയാക്കപ്പെട്ട അല്ലെങ്കിൽ അവർ കയ്യേറിയ ട്രെയിനിൽ കൂടുതൽ പേരും പാക് സൈനികർ, ഇന്റലിജൻസ് വിഭാഗവും ചാരസംഘടന വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള ഒട്ടേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ പിടിച്ചടക്കലിന്റെ ഭാഗമായിട്ട് തന്നെ ഏകദേശം 20ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ വിഘടനവാദി സംഘം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ പാർട്ടി എന്നൊരു വിഭാഗമാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. പെഷാവറിലേക്ക് പോയിരുന്ന ട്രെയിനിന്റെ ട്രാക്ക് ഒരു തുരങ്ക ഭാഗത്ത് വെച്ച് സ്ഫോടക വസ്തുക്കൾ വെച്ച് ട്രാക്ക് തകർത്ത് ട്രെയിൻ നിർത്തിയിടുകയും അവിടെ ഉണ്ടായിരുന്നവരെ ബന്ദികളാക്കുകയാണ് ചെയ്തത്. എന്താണ് ഈ ഒരു ആക്രമണത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 48 മണിക്കൂറാണ് ഈ സൈന്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട്. ഈ 48 മണിക്കൂറുകളിൽ വിഘടനവാദി നേതാക്കളും രാഷ്ട്രീയ തടവുകാരായിട്ടുള്ളവരുമായിട്ടുള്ളവരെ മോചനം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. കൃത്യമായിട്ടും ഈ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിൽ സൈനിക നടപടി ഉണ്ടായാൽ ഈ ബന്ദികളായിട്ടുള്ള എല്ലാവരെയും വധിക്കുമെന്നുള്ളൊരു ഭീഷണി മുഴക്കിയിരുന്നെങ്കിലും ഇതിനിടയ്ക്ക് പാക് സൈന്യം ഒരു ആക്രമണം നടത്തിയിരുന്നു. ഏകദേശം 15ഓളം വിഘടനവാദി സംഘാംഗങ്ങളെ കൊലപ്പെടുത്തിയതായിട്ടും ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ജാഫർ എക്സ്പ്രസ് എന്നുള്ള ഒരു പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഒരു യാത്ര ചെയ്യുകയായിരുന്ന ഒരു ട്രെയിനാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. ഇപ്പോഴും 100-ലധികം പേർ ഈ ഒരു ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഞ്ജലി, ശരി, വിവരങ്ങൾ നൽകിയത് അനുപമ ശ്രീദേവിയാണ്.